യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ഹല്ലേലൂയ 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 പിതാവായ ദൈവമേ, ഒത്തിരിയേറെ പാപത്തിൻ്റെ വഴികളിൽ ജീവിക്കുന്ന മക്കളുണ്ട്. തിന്മകൾ ചെയ്യുവാൻ, അകൃത്യങ്ങൾ ചെയ്യുവാൻ, അക്രമങ്ങൾ പ്രവർത്തിക്കാൻ ഒരു മടിയുമില്ലാത്ത അനേകരുണ്ട്. ദൈവത്തെ മറന്നു ജീവിച്ചിട്ടും പാപത്തെ ഓർത്ത് അനുദപിക്കാൻ മനസ്സില്ലാത്തവരുണ്ട്. കഠിന പാപികളുടെ മേൽ ആവർത്തിച്ച് പാപം ചെയ്ത് ജീവിച്ചിട്ടും ദൈവത്തിലേക്ക് തിരിച്ചു വരാത്തവരുടെ മേൽ പിതാവേ, അങ്ങ് വലിയ കരുണ ചൊരിയണമേ. അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പാപികളോട് അങ്ങ് കരുണ കാണിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ കഴിഞ്ഞ ദിവസം ഒരമ്മ +2 പഠിക്കുന്ന തൻ്റെ മകളെയുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നു. ആ മകൾക്കിപ്പോൾ മാനസികമായിട്ട് അല്പം പ്രശ്നമുണ്ട്. ഡോക്ടറെ കാണിച്ചു, മരുന്ന് കഴിക്കുന്നുണ്ട്. ഒത്തിരി ഓമനിച്ചു വളർത്തിയ മകളാണ്. 2 പെൺകുഞ്ഞുങ്ങളേ ഉള്ളൂ. അവൾക്ക് പഠിക്കാൻ താല്പര്യമില്ല. കൂട്ടുകെട്ടുകളിലാണ് വലിയ താല്പര്യം. ടെലിവിഷൻ കാണുക അമിതമായ ഭ്രമമുണ്ട്. പ്രാർത്ഥനയോട് താല്പര്യമില്ല. ഏതോ തെറ്റായ സ്നേഹബന്ധമോ ഒക്കെ ഉണ്ട്. ഒന്നിലും താല്പര്യമില്ല. പഠിക്കാൻ പോകാൻ പോലും അവൾക്ക് താല്പര്യമില്ല. അങ്ങനെ അത് വളർന്ന് ഒരു മാനസികാസ്വസ്ഥതയായി. കുടുംബ പശ്ചാത്തലത്തിൽ ഈ സഹോദരി പറഞ്ഞത് അവിടെ ഭർത്താവ് ഒരു മദ്യപാനിയാണ്. എല്ലാ ദിവസവും നന്നായിട്ട് മദ്യപിക്കും. വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കും. ഈ കുട്ടി കുഞ്ഞായിരിക്കുമ്പോൾ അനേക തവണ ഭർത്താവിൻ്റെ മർദ്ദനമേറ്റുകൾ വാവിട്ട് കരഞ്ഞിട്ടുണ്ട്. അവളെ ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ കുടുംബക്കാരിൽ നിന്ന് ഒത്തിരി വേദന അനുഭവിച്ചിട്ടുണ്ട്. ആ സഹോദരി ഭർത്താവിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആ മനുഷ്യന് കുമ്പസാരിച്ചിട്ട് വർഷങ്ങളായി. ധ്യാനത്തിൽ പങ്കെടുക്കത്തില്ല. ഞായറാഴ്ചകളിൽ പോലും ദേവാലയത്തിൽ പോകാൻ താല്പര്യമില്ല. അങ്ങനെയൊക്കെ ദൈവത്തെ അന്വേഷിക്കാതെ ജീവിക്കുന്നൊരു ഭർത്താവ് എൻ്റേത്.
ആ സഹോദരിനോട് പറഞ്ഞു, ബ്രദറെ, ഇപ്പോൾ എൻ്റെ ഈ കുഞ്ഞ്, ഇവൾ മാനസിക രോഗി ആ ഒരു ലെവലിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുക. അവളിപ്പോൾ ചികിത്സയില്ല. ഇപ്പോൾ അവളുടെ പിതാവ് പറയുന്നു, ഞാനൊരു ധ്യാനത്തിന് പോകാം. നോക്കുക, ആ കുഞ്ഞ് ഈ ഒരു അവസ്ഥയിലായപ്പോഴാണ് ആ പിതാവിൻ്റെ ഒരു തോന്നലുണ്ടാകുന്നത്, ഞാനൊരു ധ്യാനത്തിന് പോകാം, വേണേ മകളെയുമായിട്ട് പോകാം, കുടുംബമായിട്ട് പോകാം, ധ്യാനം കൂടാം, കുഞ്ഞിന് സൗഖ്യം കിട്ടിയാൽ മതി. അവൾ ജീവിതത്തിൻ്റെ തെറ്റായ വഴികൾ, ദൈവത്തെ മറഞ്ഞുള്ള ജീവിതം, അത് വലിയ തകർച്ചയ്ക്ക് ആ കുടുംബത്തിന് കാരണമായിട്ട് മാറുക. സാമ്പത്തിക തകർച്ച, അതിലും വലിയ തകർച്ചയാണല്ലോ മകള് മാനസിക രോഗിയായിട്ട് മാറുന്ന അവസ്ഥ. അനുതപിക്കുവാൻ തയ്യാറാകണം. കർത്താവിൻ്റെ മുൻപിലിരുന്ന് നീ ഒന്ന് കരഞ്ഞാൽ മതി. പാപം ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്താൽ മതി. നിന്റെ കുടുംബം, നിന്റെ മക്കളെ കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തും. കർത്താവിൻ്റെ മുൻപിൽ നമ്മളെല്ലാവരും പാപികളാണ്. പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല. അപ്പസ്തോല പ്രവർത്തനം 17-ാം അധ്യായത്തിൻ്റെ 30-31 വചനങ്ങൾ. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല. എന്തെന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. അറിവില്ലാത്ത കാലത്തെ ദൈവം പരിഗണിക്കുന്നവനല്ല. അറിവില്ലാതെ നമ്മൾ ചെയ്ത പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കും. അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്നവരെ നമ്മളെല്ലാവരും. നമുക്ക് ബലഹീനതയുണ്ട്. മാനുഷികമായ ബലഹീനതകൾ നമ്മളെ തളർത്തുന്നു, നമ്മളെ വേട്ടയാടുന്നു. മദ്യപാനം, ജഡിക പാപങ്ങൾ, ആസക്തികൾ, കോപം, പലവിധ തിന്മകൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇവിടെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ വിസ്മരിക്കും. നീ ചെയ്ത ഗൗരവമേറിയ പാപത്തിൻ്റെ വഴികൾ, അറിവില്ലാതെ ചെയ്ത പാപത്തിൻ്റെ വഴികളെയൊക്കെ കർത്താവ് ക്ഷമിക്കുവാൻ മനസ്സാണ്. കണ്ണുനീരോടെ കർത്താവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരാം. പാപത്തിൻ്റെ വഴികളെ ഉപേക്ഷിക്കാം. അറിഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിനെ വേദനിപ്പിക്കാതിരിക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അടുത്ത നാളിൽ നമ്മൾ നടത്തിയ ഒരു കൺവെൻഷൻ വലിയ വിജയമായിരുന്നു. 10,000 പങ്കെടുത്ത വലിയ കൺവെൻഷൻ. അവിടുത്തെ വികാരിയച്ഛൻ പറയുകയാണ്, അച്ഛന് ആ ഇടവകയിൽ വന്നു കഴിഞ്ഞ് വീടുകൾ സന്ദർശിച്ചു. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു പിതാവ് മദ്യപാനിയാണ്. കുമ്പസാരിച്ചിട്ട് ദേവാലയത്തിൽ വിസ്തുർബാനയിൽ പങ്കെടുത്തിട്ട് വർഷങ്ങളായി. ഏതോ ഒരു വൈദികനുമായിട്ടുള്ള ചെറിയ നിസ്സാരമായ പിണക്കം, വെറുപ്പ്, വർഷങ്ങളായിട്ട് ദേവാലയത്തിൽ പോകത്തില്ല, കുർബാനയിൽ പങ്കെടുക്കുന്നതിന് 65 വയസ്സ് പ്രായമുണ്ട്. ആ മനുഷ്യൻ പറയുന്നു, ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ല എന്ന്. പാപമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ ശിക്ഷിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നോക്കുക, സ്വയം നീതീകരിക്കുന്ന, ന്യായീകരിക്കുന്ന മനുഷ്യർ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളെല്ലാം പാപികളാണ്. നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് വഴിതെറ്റിപ്പോയിരിക്കുന്നു. വർഷങ്ങളായിട്ട് വിസ്തുർബാനയിൽ പങ്കെടുക്കുന്നില്ല, കുമ്പസാരിക്കുന്നില്ല, കൂദാശ ജീവിതമില്ലാത്ത ആ മനുഷ്യനോട് ആ വൈദികൻ സംസാരിച്ചു. അത്ഭുതം നടക്കുകയാണ്. ആ മനുഷ്യൻ ഞായറാഴ്ച ദേവാലയത്തിൽ വന്നു. നമ്മുടെ കൺവെൻഷനിൽ 5 ദിവസം പങ്കെടുത്തു. നന്നായിട്ട് കുമ്പസാരിച്ചു, ദിവ്യ കാരുണ്യം സ്വീകരിച്ചു. വലിയൊരു മനസ്സാന്തരത്തിലേക്ക് ആ മനുഷ്യൻ കടന്നു വരികയാണ്. ആ മനുഷ്യൻ്റെ മേൽ പിശാചിട്ട മൂടുപടത്തെ കർത്താവ് വലിച്ചു കീറി. ആ മനുഷ്യൻ്റെ മേൽ സാത്താനിട്ട ചെങ്ങലകൾ കുമ്പസാരം എന്ന കൂദാശയിലൂടെ തകർക്കപ്പെട്ടു. 5 ദിവസം വചനം കേട്ട മനുഷ്യന് തൻ്റെ തെറ്റുകൾ മനസ്സിലായി, പാപം മനസ്സിലായി. അനുതാപത്തിൻ്റെ ആഴങ്ങളിലേക്ക്, കണ്ണുനീരിൻ്റെ ഒരനുഭവത്തിലേക്ക് ആ മനുഷ്യൻ കടന്നു വരികയാണ്. അറിവില്ലാത്ത കാലഘട്ടങ്ങൾ കർത്താവ് ക്ഷമിക്കും. ഒന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു, നീ മടങ്ങി വരിക, പാപത്തെ ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുക. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ കർത്താവ് മറന്നു കളയും.
ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാ ജനപദങ്ങളും പശ്ചാത്തപിക്കണം, അനുദപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. പാപം ഉപേക്ഷിക്കുവാൻ അവിടുന്ന് ആജ്ഞാപിക്കുക, തിന്മ വിട്ടുപേക്ഷിക്കാൻ ആജ്ഞാപിക്കുക, മദ്യപാനം നിർത്തുവാൻ, വ്യഭിചാരം നിർത്തുവാൻ, വഞ്ചന നിർത്തുവാൻ അവിടുന്ന് ആജ്ഞാപിക്കുകയാ. ഹല്ലേലൂയ. കർത്താവ് ആജ്ഞാപിക്കുന്നു. എന്തെന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ആ മനുഷ്യനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇതിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവനാണ് കർത്താവായ ക്രിസ്തു. മാനവരാശിയുടെ പാപങ്ങൾ ഏറ്റെടുത്തവൻ, സഹിച്ചവൻ, മാനവരാശിക്ക് നിരുപാധികം മാപ്പ് കൊടുത്തവൻ, കുരിശിൽ കിടക്കുമ്പോൾ തന്നെ പീഡിപ്പിച്ചവർക്ക് നിരുപാധികം ക്ഷമ കൊടുത്ത യേശു അനുതാപത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 8-ാമത്തെ വചനം, ആകയാൽ നിങ്ങൾ ചാക്കൊടുത്തു കരയുവിൻ, നിലവിളിക്കുവിൻ. ആകയാൽ നിങ്ങൾ ചാക്കൊടുത്തു കരയുവിൻ, നിലവിളിക്കുവിൻ. കടുത്ത പാപത്തിന്റെ ബന്ധനത്തിലായിരിക്കുന്നവർ, കടുത്ത തിന്മകളിൽ മുഴുകി ജീവിക്കുന്നവർ ചാക്കൊടുത്ത് അനുദപിക്കാനാ പറയുന്നത്, കരയാനാ പറയുന്നത്, നിലവിളിക്കാനാ വചനം പറയുന്നത്. ഇല്ലെങ്കിൽ ഈ പാപം നിന്റെയും നിന്റെ കുടുംബത്തെയും തലമുറകളെയും തകർക്കുന്ന നാശമായിട്ട് മാറാൻ പോകുകയാണ്. ജെറമിയ 4-ാം അധ്യായത്തിൻ്റെ 14-ാം വചനം, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക. നിന്റെ ഹൃദയം മുഴുവൻ ദുഷ്ടതയാ, വഞ്ചനയാ, ആസക്തിയാ, തിന്മയാ, മറ്റുള്ളവരുടെ വെറുപ്പ, വിദ്വേഷമാ, അസൂയ. ഹൃദയം മുഴുവൻ തിന്മയാണ്. നിന്നുള്ള തിന്മ നീ കഴുകിക്കളയുക. യേശുവിൻ്റെ ചൂട് രക്തത്താൽ നിന്നുള്ള തിന്മകളെ മുഴുവൻ നീ കഴുകിക്കളയുക. യേശുവിൻ്റെ രക്തമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. യേശുവിൻ്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7. നിന്റെ ഹൃദയത്തിൽ നിന്നും ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് നീ ദുഷിച്ച ഈ ചിന്തകൾ പേറി നടക്കുക? എത്ര നാളായിട്ട് നീ ദുഷിച്ച ചിന്തകളും പാപങ്ങളും വൈരാഗ്യവും വെറുപ്പുമായിട്ട് ജീവിക്കുന്നു? ഹല്ലേലൂയ. അടുത്ത നാളിൽ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സഹോദരി വിദേശത്ത് ജോലി ചെയ്യുന്നു. ആ സഹോദരിയുടെ സാക്ഷ്യം നിങ്ങൾ കാണും പിന്നീട്. ആ സഹോദരി സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞ അനുഭവം ഇതാണ്. ഭർത്താവുമായിട്ട് വർഷങ്ങളായിട്ട് മനസ്സുകൊണ്ടകന്ന് പിണക്കത്തിലായിരുന്നു. ക്യാൻസർ ബാധിച്ചാണ് ഓപ്പറേഷൻ മുൻപ് നമ്മുടെ താമസമുള്ള ധ്യാനത്തിൽ, ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ ആ സഹോദരി വന്ന് പങ്കെടുത്തത്. ആ ധ്യാനത്തിൽ പങ്കെടുത്ത ആ സഹോദരി പറയുകയാണ്, എൻ്റെ ഭർത്താവിനോട് ഞാൻ നിരുപാധികം ക്ഷമിച്ചു. വർഷങ്ങളായിട്ട് ഭർത്താവുമായിട്ട് മനസ്സുകൊണ്ട് അകന്നു കഴിഞ്ഞ് അവർ ഭർത്താവിനോട് ക്ഷമിച്ചു. ധ്യാനം കഴിഞ്ഞ് ഭർത്താവുമായിട്ട് രമ്യതപ്പെട്ടു, സ്നേഹത്തിലായി. പിന്നീടുള്ള പരിശോധനയിൽ അവർക്ക് ക്യാൻസർ ഇല്ല. കഴിഞ്ഞ മാസം ആ സഹോദരിയും ഭർത്താവും വന്ന് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തു, ഈ സാക്ഷ്യം പങ്കുവെച്ചു. നോക്കുക, നിന്റെ ഹൃദയത്തിൽ എത്ര നാളായിട്ട് നീ ദുഷ്ടത കൊണ്ടു നടക്കുന്നു, വെറുപ്പും വൈരാഗ്യവും കൊണ്ടു നടക്കുന്നു. പിന്നെ എങ്ങനെ രക്ഷപ്പെടുക? എങ്ങനെ നീ അനുഗ്രഹിക്കപ്പെടുക? അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിന്നിലെ ദുഷ്ടത, ഹൃദയത്തിൻ്റെ ദുഷ്ടത നീ യേശുവിൻ്റെ രക്തത്താൽ കഴുകിക്കളയണം. എന്നാൽ നീ രക്ഷപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനം ഉറപ്പ് പറയുകയാണ്. ഹല്ലേലൂയ. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 2:35, ഇതൊക്കെയായിട്ടും ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അവിടുത്തേക്ക് എന്നോട് യാതൊരു കോപമില്ല എന്ന് നീ പറയുന്നു.
പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ കുറ്റം വിധിക്കും. എത്ര ലാഘവത്തോടെ നീ വഴിമാറി നടക്കുന്നു. കടുത്ത പാപത്തിൻ്റെ വഴിയോടെ ജീവിച്ചിട്ട് നീ പറയുന്നു പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നിനക്ക് തെറ്റിപ്പോയി. വചനം പറയുക, എത്ര ലാഘവത്തോടെയാ നീ വഴിമാറി നടക്കുന്നത്. നീ പാപമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ കുറ്റം വിധിക്കും. പാപങ്ങൾ ആരേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നുവോ അവരോടാ കർത്താവ് കരുണ കാണിക്കുന്നത്. പാപം ചെയ്തിട്ട് പാപത്തെ നമ്മൾ ന്യായീകരിക്കരുത്. പാപം ചെയ്തിട്ട് തിന്മ ചെയ്തിട്ട് നമ്മൾ അഭിമാനിക്കരുത്. അത് അഹങ്കാരമാണ്. അവർക്ക് തകർച്ച ഉണ്ടാവും. പാപം ചെയ്തു പോയി, തെറ്റുപറ്റിപ്പോയി കർത്താവേ, ഇത് പറഞ്ഞ് കണ്ണുനീരോടെ മടങ്ങി വരുന്നവരുടെ പാപങ്ങളെല്ലാം കർത്താവ് തൻ്റെ രക്തത്താൽ കഴുകും, അവരെ വിശുദ്ധീകരിക്കും. നമുക്ക് അനുദപിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരാം. നമ്മളെല്ലാവരും പാപികളാണ്. പാപികളോട് കരുണ കാണിക്കുന്ന നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട്. ജെറമിയ 25:4-5-6 വചനങ്ങൾ. കർത്താവ് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ ഇടപെടാതെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചെങ്കിൽ നിങ്ങൾ അവരെ ശ്രദ്ധിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തില്ല. കർത്താവ് പ്രവാചകന്മാരെ അയച്ചു, വചന ശുശ്രൂഷകൾ തന്നു, ഇടവക ധ്യാനം, ധ്യാനകേന്ദ്രങ്ങൾ ധ്യാനം, കൺവെൻഷനുകളൊക്കെ ഒരുക്കി തന്നു. വചനം കേൾക്കുവാനോ മാനസാന്തരപ്പെടുവാനോ നീ മനസ്സ് കാണിച്ചില്ല. തകർച്ച ഉറപ്പാണ്. പ്രവാചകന്മാരുടെ വാക്കുകൾ നീ ശ്രദ്ധിച്ചില്ല. അവർ പറഞ്ഞു, നിങ്ങൾ ദുർമാർഗവും ദുഷ്പ്രവൃത്തിയും ഉപേക്ഷിച്ച് പിന്തിരിക. ദുർമാർഗങ്ങൾ, ദുഷ്പ്രവൃത്തികൾ, തിന്മകൾ, ആസക്തികൾ, വഞ്ചനയൊക്കെ ഉപേക്ഷിച്ച് തിരിച്ചു വരാൻ പറഞ്ഞു. എങ്കിലും നിങ്ങൾ തിരിച്ചു വന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ വഴികൾ തന്നെ പിന്തുടർന്നു, പാപത്തിൻ്റെ വഴികളെ ജീവിച്ചു. പിതാക്കന്മാര് അകൃത്യങ്ങളിൽ മുഴുകി ജീവിച്ചതുപോലെ മക്കളും ഇന്ന് ജീവിക്കുന്നു. പിതാക്കന്മാരുടെ പാപത്തിൻ്റെ വഴികളെ മക്കൾ ഉപേക്ഷിക്കണം. പിതാക്കന്മാരുടെ പാപങ്ങൾക്ക് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ നമുക്ക് മാപ്പ് ചോദിക്കാം. നമ്മൾ വസിക്കുന്ന ദേശത്ത് നമ്മളെ കർത്താവ് നട്ടുവളർത്തണമെങ്കിൽ, പണിതുയർത്തണമെങ്കിൽ പാപവഴികൾ, പിതാക്കന്മാരുടെ പാപത്തിൻ്റെ വഴികൾ നമുക്ക് ഉപേക്ഷിച്ച് മാപ്പ് ചോദിക്കാം. അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും അരുത്. നിങ്ങളുടെ കരവേല കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കരുത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അനർത്ഥം വരുത്തുകയില്ല. നിന്റെ അനർത്ഥത്തിൻ്റെ കാരണം നീ തന്നെയാ. അന്യദേവന്മാരുടെ പിന്നാലെ പോയി വിഗ്രഹ ആരാധകരായിട്ട് മാറി. പാപം ഉപേക്ഷിക്കാൻ തയ്യാറില്ലായിരുന്നു. ദൈവത്തിൻ്റെ പ്രവാചകന്മാരുടെ വാക്കുകളെ അവഗണിച്ചു. നീ പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് നീ ചെവി കൊടുത്തില്ല. ശക്തമായ മുന്നറിയിപ്പാണ് കർത്താവ് തരുന്നത്. അനുതപിക്കുക, മാനസാന്തരപ്പെടുക. കർത്താവ് നമ്മളെ വിളിക്കുന്നു. അനുതാപത്തിൻ്റെയും കണ്ണുനീരിൻ്റെ ദിവസങ്ങളാക്കി നമുക്ക് മാറ്റാം. പാപദുശീലങ്ങൾ ഉപേക്ഷിക്കാം, തിന്മ ഉപേക്ഷിക്കാം. കർത്താവിലേക്ക് തിരിച്ചു വരുവാൻ നിന്നെ അവിടുന്ന് വിളിക്കുന്നു. ഒരു തിരിച്ചു വരവിന് വേണ്ടി നമുക്ക് തയ്യാറാകാം. കർത്താവിൻ്റെക്കുള്ള ഒരു മടങ്ങിപ്പോക്ക് നിന്നെ പ്രതീക്ഷിച്ച് കർത്താവ് മുറിവേറ്റ കരങ്ങളുമായി കാത്തു നിൽക്കുന്നു. നമുക്ക് കരയാം, ദൈവസന്നിധിയിൽ നിലവിളിക്കാം. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവേ, നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ദൈവസന്നിധിയിൽ പാപങ്ങളോർത്തൊന്ന് കരയുവാൻ കൃപ തരണമേ. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പൂർവീകരും ചെയ്ത പാപങ്ങളൊക്കെയും ക്ഷമിക്കണമേ. ഞങ്ങളുടെ മേലെ കരുണയാകണമേ. ഞങ്ങളുടെ ചുടിച്ചോരയാൽ ഞങ്ങളെ കരുതണമേ. പാപത്തിൻ്റെ ബന്ധങ്ങളിൽ നിന്ന്, ആസക്തിയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് വിടുവിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും പിതാക്കന്മാരും ഞങ്ങളുടെ സമൂഹവും ചെയ്ത പാപങ്ങൾ ക്ഷമിച്ച് മാപ്പ് തന്ന് കരുണയായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. അമ്മച്ചിയുടെ പേരെന്താ? റോസമ്മ. അമ്മച്ചിക്ക് എന്ത് പറ്റിയായിരുന്നു? എനിക്ക് 8 മാസമായി നടക്കാൻ മേലാതെ ഇരിക്കുമായിരുന്നു.
ഇരിപ്പായിരുന്നു. ഈ ഗ്രിപ്പിന് തേയ്മാനം, ബോളിൽ നത്തുന്ന ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ കാലെടുത്ത് വെച്ച് നടക്കാൻ പ്രയാസമുണ്ട്. ഭർത്താവ് അമ്മച്ചി തീർത്തും വയ്യാത്ത അവസ്ഥയിലായിരുന്നല്ലേ? ആയിരുന്നു. നടന്നേ അമ്മച്ചി. ഹല്ലേലൂയ. കരമുയർത്തിയടിച്ചു നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. അമ്മച്ചിക്ക് മക്കളൊക്കെ എത്ര പേരുണ്ട്? 2 പേര്. സന്തോഷായോ? സന്തോഷമായി. യേശു മെഡിക്കൽ കോളേജിൻ്റെ ആർപ്പുക്കര. അതെ, ഞാൻ ബ്രദറിൻ്റെ ഇത് എപ്പോഴും ഷാലോമിൽ കാണാറുണ്ടല്ലേ? ഹൈദരാബാദിൽ നിന്ന് വന്ന ആ ബിജുവിൻ്റെ അത് കണ്ട് വാവിട്ട് കരഞ്ഞ് ഞാൻ നിലവിളിച്ചു. അന്ന് തൊട്ട് എനിക്ക് ധ്യാനം കൂട്ടണം എന്നുള്ള ആഗ്രഹമായിരുന്നു. ഹൈദരാബാദിൽ നിന്ന് വന്ന ബിജുവിൻ്റെ സാക്ഷ്യം നിങ്ങളെ കാണിച്ചായിരുന്നോ? നിങ്ങൾ ഷാലോമിൽ കണ്ടായിരുന്നോ? പൂനെന്ന് വന്നേ ആ സാക്ഷ്യം കണ്ടു അല്ലേ? 2 ആഴ്ച മുമ്പ് സാക്ഷ്യം ഷാലോമിലുണ്ട്. അപ്പോൾ എനിക്ക് ഉറങ്ങാൻ മേലാത്ത അവസ്ഥയായിരുന്നു. ഉറക്ക ഗുളിക കഴിച്ചായിരുന്നു ഉറങ്ങുന്നത്. അപ്പം ഈ സാക്ഷ്യം കണ്ടു കഴിഞ്ഞപ്പം തൊട്ട് ഞാൻ ഉറക്ക ഗുളിക കഴിക്കാതെ തന്നെ ഉറങ്ങാൻ തുടങ്ങി. എൻ്റെ കരമിടിച്ചു നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കുക, ഷാലോമിൽ ബിജുവിൻ്റെ സാക്ഷ്യം നിങ്ങൾക്ക് കാണാൻ ജസ്റ്റ് എന്ന് പറയാം. നട്ടലും ഡിസ്കും എല്ലാം പോയി പൂർണ്ണമായിട്ട് 5 വർഷമായിട്ട് കിടപ്പായിരുന്നു. നവംബർ മാസത്തിൽ വന്ന് ധ്യാനിച്ചു. ഇതുപോലെ ഹീലിംഗ് പ്രയറിൽ ഈ സ്റ്റേജിൽ കൊണ്ടുവന്ന് മൊത്തം ബെൽറ്റിട്ട വ്യക്തിയായിരുന്നു. പ്രാർത്ഥിച്ച സെക്കൻഡിൽ കർത്താവ് സൗഖ്യം നൽകിയ ഒരു അത്ഭുത സാക്ഷ്യമാണ്. അസാധാരണമായ ഒരു ദൈവശക്തിയുടെ ഒഴുക്കായിരുന്നത്. ആ സാക്ഷ്യം കണ്ടതിന് ശേഷം അമ്മച്ചി ഉറക്കഗുളിക കഴിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ലേ? കർത്താവ് കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യല്ലേ? പിന്നെ ഉറക്കഗുളിക കഴിച്ചിട്ടില്ല. എത്ര വർഷമായിട്ട് കഴിക്കുന്നത്? ഇപ്പം 1 ആഴ്ച കഴിച്ചു. അപ്പോൾ പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല. ഈ സാക്ഷ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇപ്പോൾ കാൽമുട്ടൊക്കെ ഓക്കെ ആയി. തേയ്മാനമായിരുന്നു, ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബെൽറ്റ് ഉപയോഗിക്കുന്നില്ല. പിന്നെ ഈ കാലിന് മൊത്തം വന്നപ്പോഴത്തേക്കും നടക്കാൻ മേലാത്തപ്പോൾ വോക്കർ ഉപയോഗിച്ചായിരുന്നു നടന്നത്. ഇപ്പം നടക്കാൻ പറ്റുന്നുണ്ട്. നടന്ന് കാണിച്ചു. ഹല്ലേലൂയ. തിരിച്ചു നടന്ന് ഇങ്ങോട്ട് വാ. സന്തോഷമായി. ആരാ സൗഖ്യം നൽകിയത്? യേശു ആണല്ലേ? ഉറപ്പാണല്ലോ. പ്രൈസ് ദി ലോർഡ്. യേശു ആരിലും വലിയവൻ യേശു ആരിലും വലിയവൻ ആരിലും വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു ആരിലും വലിയവൻ ആരിലും വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിന്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിന്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു ആരിലും വലിയവൻ യേശു